ഒറ്റയ്ക്ക് ചേച്ചി എവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ സർ? ഒന്നിലേറെ പേരുണ്ടെങ്കിൽ അത് സാധിക്കില്ലേ സിദ്ധു? അതെ. മാത്രമല്ല, എന്തെങ്കിലും മാരകായുധം ഉപയോഗിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്താണ് സംഭവിച്ചതെന്ന് ഇവിടുത്തെ പരിശോധനയിൽ വ്യക്തമായി അറിയാൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ ഞങ്ങൾ പറഞ്ഞ സാധ്യത പോലെ അന്ന് ഒന്നും ഇവിടെ വെച്ച് നടക്കാനിടയില്ല. രണ്ട്, വിദഗ്ധമായി അതിൻ്റെ സൂചനകൾ അക്രമി ഒഴിവാക്കിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു. അങ്ങനെ വഴക്കൊന്നുമില്ലായിരുന്നു സർ. പിന്നെ ആകെ ഉണ്ടായിരുന്നത്, പറയൂ. ഈ നിൽക്കുന്ന ദേവികയുടെ വീട്ടില് സിദ്ധുവേട്ടൻ പോകുന്നത് പ്രേമേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു. ദുർമരണം നടന്ന ആ വീടിന്റെ ദോഷം സിദ്ധുവേട്ടനെ ബാധിക്കുമെന്ന പേടി ചേച്ചിക്കുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ചില കശപിശകളൊക്കെ സിദ്ധുവേട്ടനായിട്ടുണ്ടായിട്ടുമുണ്ട്. അതൊഴിച്ച വേറെ ആരുമായിട്ടും ഒരു വഴക്കും ചേച്ചിക്കുണ്ടായിരുന്നില്ല. ശരിയാണോ ഇവർ ഈ പറയുന്നത്? ശരിയാണ് സർ. ചേച്ചിക്ക് അങ്ങനെയുള്ള പല പേടികളുണ്ടായിരുന്നു. ഇവൾ ഈ വീട്ടിൽ താമസിക്കുന്നതായിരുന്നു അതിലേറ്റവും വലിയ പേടി. അതൊന്നും പക്ഷേ ഇങ്ങനൊരു കാണാതാകലിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങളായിട്ട് വളർന്നിട്ടുമില്ല. എന്തായാലും ഞങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ. പത്രപരസ്യം നാളെ വരുമല്ലോ. അതിനുശേഷം വല്ല ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് നോക്കാം. ശരി സാർ. എന്നാ ശരി. നിന്നോട് ആരാടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞതോ